വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മൂമ്മ. ഇന്ന് നമ്മൾ ചക്ക വരട്ടിയത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ ചക്ക കട്ട് ചെയ്തിട്ട് ഉടച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്യ് ഇട്ടില്ലേ? ഉരുളിയിൽ ആദ്യം ഇച്ചിരി നെയ്യ് ഒഴിച്ചതിന് ശേഷം ചക്ക അരച്ചത് അതിനകത്തോട്ടെടുക്കാം, പഴുത്ത ചക്ക. അതെ, എന്നിട്ട് അമ്മ ഇങ്ങനെ ഇട്ട് വെള്ളം പറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. 1-2 സ്പൂണും ഒക്കെ ഒഴിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ വെള്ളം പറ്റുമ്പോൾ ശർക്കര പാനിയാക്കി അതും ഒഴിക്കണം ആവശ്യത്തിന്, മധുരത്തിൻ്റെ അനുസരിച്ച്. ഇളക്കാൻ എങ്കിൽ തന്നെ നമ്മളത് ശരിക്കും വിളക്കി നല്ലതായിട്ട് എടുക്കണം. ബാക്കി ഉണ്ട്, എടുക്കാൻ എടുത്ത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതുപോലെ നല്ലപോലെ മാവാക്കണം അല്ലേ? ഇരട്ടി മാവാക്കണം. നല്ലപോലെ മാവിലോക്കളെ വെള്ളം പറ്റിക്കണം. ചക്കയുടെ വെള്ളം പറ്റിച്ച് പറ്റി വരുമ്പോഴേ നമ്മൾ ശർക്കര, അന്നേരം ശർക്കര ഒഴിക്കുമ്പോൾ കാണിക്കാം. ഇടയ്ക്ക് 1-2 സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും ഇളക്കി നമ്മൾ കുറേ സമയം ഇറക്കണം. ഇളക്കിയതിന് ശേഷം വെള്ളം പറ്റിയെന്ന് വരുന്ന ഉടനെ നമ്മൾ ശർക്കര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ല, ഫ്രൈ പാനിനകത്ത് ശരി. ഗ്യാസിലൊക്കെ ഉണ്ടാക്കാം. ഗ്യാസിൽ സ്റ്റൗവിൽ കുറേ ഗ്യാസ് ചിലവാകുന്നേ ഉള്ളൂ. നമുക്ക് അടുപ്പുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്നു. ഫ്ലാറ്റുകളിലുള്ളവരൊക്കെ ഈ ഒരു പരുവത്തിൽ ഇളക്കണം അല്ലേ? വെള്ളം പറ്റും. മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല വെള്ളമാവാൻ പാടുണ്ടോ? വെള്ളമാവാൻ പാടുണ്ടോ? കുഴപ്പമില്ല. നമ്മൾ വെള്ളം ഇത് നെയ്യ് ഇട്ടിട്ടുണ്ടല്ലേ? കൈ ഇടാതെ ഇളക്കണം അല്ലേ? കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അടി പിടിക്കും. ഉരുളിയുടെ അടിയിൽ പിടിച്ചാൽ രുചി കാണത്തില്ല, അടിക്ക് പിടിച്ചിട്ടോ. പിന്നെ നല്ല മധുരമുള്ള ചക്ക എടുക്കണം. ഇത് അത്യാവശ്യം മധുരമുള്ള ചക്കയാണ്. ഇനി നമ്മൾ അതിലോട്ട് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുക അല്ലേ? നമ്മൾ കുറച്ചുകൂടി നെയ്യ്. പിന്നെ ഇനി അമ്മൂമ്മയുടെ വക മീൻകറിയും അതൊക്കെ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ പുറകിന് ഞാൻ 4 പ്രാവശ്യം ഒഴിച്ച് ഇനി മരുന്ന് വരുന്ന സമയത്ത് വീണ്ടും ഇച്ചിരി ശർക്കര മധുരം ഇല്ലെങ്കിൽ ഒഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ഇത്തിരിയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട്. ഇത് കാണുന്ന കൂടെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യിക്കുക. അപ്പം ഞങ്ങൾ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് കുറുകി വരുന്ന സമയം ആദ്യം നമ്മുടെ അടുപ്പിലിട്ട് ഒന്ന് ഇതാക്കി ചൂടാക്കിയിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച പൊടിയാട്ടോ, ചെറിയ ജീരകം ഇട്ട് പൊടിച്ചതാട്ടോ. അത് നമ്മളിപ്പം ഒന്ന് തണക്കാനായിട്ട് അത് നമ്മുടെ ചക്ക വരട്ടിയിൽ ഇടാനായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷെ അത് നല്ലപോലെ കുറുകിയിട്ടൊക്കെ നമ്മളിത് ഇടുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ചക്ക വരട്ടിയത്. ഇത് അതിലോട്ട് നമ്മളിനി ചുക്കുപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ജാറിലാക്കി വെക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരും. ബൈ ബൈ.